കഴിഞ്ഞ ദിവസം ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ കേരളത്തിലെ മലയാള മാധ്യമങ്ങളിൽ ആ വാർത്ത കാണാൻ സാധ്യതയില്ല. കാരണം ഇന്ത്യയും ചൈനയും ദക്ഷിണ ചൈന കടലിൽ മുഖാമുഖം നിൽക്കുന്നു എന്നുള്ളതായിരുന്നു ആ വാർത്ത. അതിൻ്റെ താഴെ ഞങ്ങൾക്ക് വന്ന ചില കമൻറ്റുകൾ ഇത്തരത്തിലാണ്: നിങ്ങൾക്ക് ഈ വാർത്ത എവിടെ നിന്ന് കിട്ടി? മറ്റുള്ള മാധ്യമങ്ങൾക്കൊന്നും കിട്ടാത്ത വാർത്തയാണല്ലോ ഇതൊരു വ്യാജ വാർത്തയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻ്റായിരുന്നു അതിന് താഴെ വന്നത്. ഞങ്ങളുടെ മറുപടി ഇത്രയേ ഉള്ളൂ. അതായത് ന്യൂസ് ഇന്ത്യ മലയാളം എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ നാഷണൽ ഇന്റർനാഷണൽ വാർത്തകളിൽ വളരെ അധികം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ചിലപ്പോൾ ഞങ്ങൾക്ക് വാർത്ത ലഭിച്ചു കഴിഞ്ഞ് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞായിരിക്കും ആ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത്. അതാണ് ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു വാർത്തയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും തരാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്ന വാർത്ത ചൈനയുടെ ദക്ഷിണ ചൈന കടലിൽ ഇന്ത്യയുടെ തീര സംരക്ഷണ സേനയും ചൈനയുടെ തീര സംരക്ഷണ സേനയും വലിയ രീതിയിലുള്ള ഒരു മുഖാമുഖം ഒരു പോരിന് നിൽക്കുകയാണ്. സ്കാർബറോ ഷോൾ എന്ന് പറയുന്ന ഫിലിപ്പീൻസിന് അടുത്തുള്ള ഒരു ദ്വീപ്. ആ ദ്വീപ് ചൈനയാണ്. ചൈനയ്ക്ക് അനുകൂലമായൊരു സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിലിപ്പീൻസ് ആണ് ആ ദ്വീപ് തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്നത്. ചൈന പറയുന്നു അല്ല, ആ ദ്വീപ് ഞങ്ങളുടേതാണ് എന്ന് പറയുന്നു. ഇതിനിടയ്ക്ക് ഇന്ത്യയുടെ കപ്പൽ അവിടെ ജപ്പാനിലെ ഗുഡ്വിൽ സന്ദർശനത്തിന് ശേഷം ആ സ്കാർബറോ ഷോളിന്റെ പടിഞ്ഞാറൻ തീരത്തുകൂടെ വരുന്നു. അപ്പോഴാണ് ചൈന നമ്മുടെ കപ്പലിന് വട്ടം വച്ചത്. ഇതായിരുന്നു ആ വാർത്ത. ഇനി നിങ്ങൾക്കറിയാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ ബന്ധം, ഈ ദക്ഷിണ ചൈന കടലിലെ ഈ ഒരു ബന്ധം വഷളാകാനുള്ള ഒരു കാരണം അതിൽ റഷ്യയ്ക്ക് കൂടെ ഒരു പങ്കുണ്ട് എന്നുള്ളതാണ്. അതറിയണമെങ്കിൽ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയുന്ന റഷ്യയുടെ ഒരു കൊച്ചു നഗരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കൊച്ചു പ്രദേശത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണം. എന്താണ് ഈ വ്ളാഡിവോസ്റ്റോക്ക്? ഈ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയുന്നത് റഷ്യയിലെ ഒരു ചെറിയ പ്രദേശമാണ്. യഥാർത്ഥത്തിൽ ഇത് റഷ്യയുടെ പ്രദേശമല്ല. ഈ വ്ളാഡിവോസ്റ്റോക്ക് ചൈനയുടെ പ്രദേശമായിരുന്നു. ചൈന അത് റഷ്യയ്ക്ക് ഒരു ഘട്ടത്തിൽ കൊടുത്തതാണ്. റഷ്യ അലാസ്ക എന്ന് പറയുന്ന സ്ഥലം അമേരിക്കയ്ക്ക് കൊടുത്തതുപോലെ ചൈന ഈ വ്ളാഡിവോസ്റ്റോക്ക് റഷ്യയ്ക്ക് കൊടുത്തു. റഷ്യയുടെ കയ്യിലാണ് ഇപ്പോൾ വ്ളാഡിവോസ്റ്റോക്ക്. ഈ വ്ളാഡിവോസ്റ്റോക്ക് ചൈനയ്ക്ക് തിരിച്ചു വേണം എന്ന് ഇപ്പോൾ അതിയായ ആഗ്രഹമുണ്ട്. ഗ്ലോബൽ ടൈംസ് അടക്കം ഒളിഞ്ഞും തെളിഞ്ഞും റഷ്യയെ കുറ്റപ്പെടുത്തി വ്ളാഡിവോസ്റ്റോക്ക് ഞങ്ങളുടേതായിരുന്നു എന്നുള്ള രീതിയിൽ ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ സ്ഥലത്ത് ഇന്ത്യ ഒരു സുപ്രധാനമായിട്ടുള്ള നീക്കം നടത്തുകയാണ്. അതായത് റഷ്യയും ഇന്ത്യയും തമ്മിൽ വളരെ നല്ല ബന്ധമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ബന്ധം വച്ചുകൊണ്ട് റഷ്യ ഇന്ത്യയെ വ്ളാഡിവോസ്റ്റോക്കിലേക്ക് ഒരു സാറ്റലൈറ്റ് നഗരം പണിയാനായി ക്ഷണിക്കുന്നു. 2023 ആ ക്ഷണം ഉണ്ടാകുന്നത്. സാറ്റലൈറ്റ് നഗരം പണിയാനായിട്ട് ക്ഷണിക്കുന്ന കൂട്ടത്തിൽ റഷ്യ പറയുന്നു, ഞങ്ങൾക്ക് വ്ളാഡിവോസ്റ്റോക്കിൽ ഒരു ആണവ നിലയം പണിയണം, അതിന് നിങ്ങളുടെ തൊഴിലാളികളെ നിങ്ങൾ വിട്ടു തന്നാൽ മതി എന്നും റഷ്യ ഈ വ്ളാഡിവോസ്റ്റോക്ക് നഗരത്തിൽ നമ്മളെ ക്ഷണിച്ചുകൊണ്ട് പറയുകയാണ്. ഇന്ത്യ ഇത് വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നു. നരേന്ദ്രമോദിയുടെ ഒരു നയതന്ത്ര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയതാണ് ഈ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇന്ത്യ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ കാണുക മാത്രമല്ല ചെയ്തത്, ഇന്ത്യ ആ വ്ളാഡിവോസ്റ്റോക്ക് തുറമുഖത്തിലേക്ക് ആ തുറമുഖം മുതൽ നമ്മുടെ ചെന്നൈ തുറമുഖം വരെ കണക്ട് ചെയ്യുന്ന ഒരു കോറിഡോർ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തിയത്. ഈ കോറിഡോർ ചൈനയ്ക്ക് വലിയ ഭീഷണിയായി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ചെന്നൈ വ്ളാഡിവോസ്റ്റോക്ക് മാരിടൈം കോറിഡോർ എന്നാണ് ഈ കോറിഡോറിൻ്റെ പേര്. ഈ കോറിഡോർ വന്നു കഴിഞ്ഞാൽ അത് ചൈന നമ്മളെ എങ്ങനെയാണ് വളയുന്നത്, അതായത് ഇന്ത്യയെ എങ്ങനെയാണ് വളഞ്ഞിരിക്കുന്നത്? പവിഴമല എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്, അല്ലെങ്കിൽ പവിഴമുത്തുകളുടെ ഒരു സ്ട്രിങ് ഓഫ് പേൾസ് എന്നാണ് പറയുന്നത്. അതുപോലെയാണ് ചൈന ഇന്ത്യയെ പൂർണ്ണമായിട്ടും വളഞ്ഞിരിക്കുന്നത് തുറമുഖങ്ങൾ വഴി. അതുപോലെ ചൈനയെ നമ്മൾ അതിലും ഭംഗിയായിട്ട് വളയും എന്നുള്ളതാണ് ഈ കോറിഡോർ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ആ കോറിഡോറിൻ്റെ മാപ്പാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതാണ് ആ മാപ്പ്. ഈ മാപ്പ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാം. ചെന്നൈയിൽ നിന്ന് മലേഷ്യയിൽ നിന്ന് ഫിലിപ്പീൻസിൽ നിന്ന് ഈസ്റ്റ് ചൈന സീ വഴി സൗത്ത് കൊറിയ, അവിടെ നിന്ന് വ്ളാഡിവോസ്റ്റോക്കിലേക്കാണ് ഈ കോറിഡോർ. ഇന്ത്യ പറയുന്നത് റഷ്യയിൽ നിന്നും എണ്ണ കൊണ്ടുവരാനായി ഇപ്പോൾ ഇന്ത്യക്ക് പല കാതം ദൂരം സഞ്ചരിക്കണം. അതുകൊണ്ട് ഈ വ്ളാഡിവോസ്റ്റോക്ക് തുറമുഖവും ചെന്നൈയുമായിട്ടുള്ള ഈ മാരിടൈം കോറിഡോർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക്
അത്ര ചുറ്റേണ്ടി വരില്ല, അല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാകുമെന്ന്. പക്ഷെ ചൈന ഇതിൽ കാണുന്നത് ചൈനയെ ഇന്ത്യ വളയുന്നു എന്നുള്ള ഒരു പോയിന്റാണ്. സാധാരണ ദക്ഷിണ ചൈന കടലിൽ ചൈനയ്ക്കാണ് അതിഭീകരമായിട്ടുള്ള ശക്തി. അവിടെ ചൈനയെ കവച്ചു വയ്ക്കാൻ ഒരു ശക്തികളും വളർന്നിട്ടില്ല എന്ന് ചൈന അവകാശപ്പെടുന്നു. അതേസമയം അമേരിക്കയുടെ സബ്മറൈനുകളെല്ലാം ചൈനയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അൺഫാത്തംഡ് ആയിട്ട് അവിടെയുള്ള സമുദ്രങ്ങളുടെ അടിഭാഗത്ത് ഉണ്ട് എന്ന കോൺസ്പിറസികൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ചൈന ഇതൊന്നും അംഗീകരിച്ചു തരുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ഇത്തരത്തിൽ വലിയൊരു നീക്കം അവിടെ നടത്തുന്നത്. ആ മാപ്പ് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇതാണ് ആ മാപ്പ്. ചെന്നൈയിൽ നിന്ന് മലേഷ്യ, മലേഷ്യയിൽ നിന്ന് ഫിലിപ്പീൻസ്, അവിടെ നിന്ന് സൗത്ത് കൊറിയ, അവിടെ നിന്ന് നേരെ വ്ളാഡിവാസ്റ്റോക്കിലാണ് നമ്മുടെ ആ മാരിടൈം കോറിഡോർ പോകുന്നത്. ഇനി ആ കോറിഡോറിനെ EMC കോറിഡോർ എന്നും പറയുന്നുണ്ട്. ചെന്നൈ വ്ളാഡിവാസ്റ്റോക്ക് മാരിടൈം കോറിഡോറിനെ ഇത് സീ റൂട്ടാണ്. ഇന്ത്യൻ സൗത്ത് ഈസ്റ്റേൺ കോസ്റ്റിൽ നിന്നും റഷ്യയുടെ ഫാർ ഈസ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കോറിഡോറാണ് ഇത്. 5600 നോട്ടിക്കൽ മൈലാണ് ഈ കോറിഡോറിന്റെ നീളം. അതായത് ഏകദേശം 10300 കിലോമീറ്ററാണ് ഈ കോറിഡോറിന്റെ നീളം. സീ ഓഫ് ജപ്പാൻ, ബേ ഓഫ് ബംഗാൾ, സൗത്ത് ചൈന സീ, ദ സ്ട്രൈറ്റ് ഓഫ് മലാക്ക, ആൻഡമാൻ നിക്കോബാർ ആർക്കിപ്പലാഗോ എന്നിങ്ങനെ നമ്മുടെ ദക്ഷിണ ചൈന കടൽ മാത്രമല്ല അങ്ങനെയുള്ള സകല തീരങ്ങളിലും ഇന്ത്യക്ക് ഒരു മേൽക്കൈ അല്ലെങ്കിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ ഈ കോറിഡോറിന് സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 50% റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കം സുഗമമാവും എന്നുള്ളത് വേറൊരു കാര്യം. ഈ വ്ളാഡിവാസ്റ്റോക്ക് ചൈന തിരിച്ചു ചോദിച്ചാലോ എന്നുള്ളൊരു ആശങ്ക റഷ്യയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ ചെയ്ത ഒരു ബുദ്ധിയാണ് ഇന്ത്യയെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. കാരണം ഇന്ത്യ അവിടെ വന്ന് ഒരു സാറ്റലൈറ്റ് നഗരം പണിത് കഴിഞ്ഞാൽ, ഒരു നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് ചൈനയ്ക്ക് വ്ളാഡിവാസ്റ്റോക്ക് തിരിച്ചു തരണം എന്ന് ചൈനയോട് പറയാൻ സാധിക്കില്ല. കാരണം അവിടെ മറ്റ് രാജ്യങ്ങളുടെ ഭീമമായിട്ടുള്ള നിക്ഷേപം ഉള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ റഷ്യ അങ്ങനെ ഒരു ബുദ്ധി കാണിച്ചപ്പോൾ അത് ഇന്ത്യക്കും വലിയ രീതിയിൽ ഉപകാരമായി എന്നുള്ളത് വേറൊരു കാര്യം. നിലവിൽ ഇപ്പോൾ ഇതൊരു ട്രേഡ് കോറിഡോർ ആണെങ്കിലും ഇത് നമ്മുടെ നേവൽ ബേസുകളാക്കി മാറ്റാൻ യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അഫ്ഗാനിസ്ഥാനിൽ ചബഹർ തുറമുഖമുണ്ട്. അത് നമ്മൾ ഇന്റർനാഷണൽ നാഷണൽ ട്രേഡുകൾക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് നമ്മുടെ പടക്കപ്പലുകൾ അവിടെ കൊണ്ട് ഡോക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളിടത്താണ് ഈ കോറിഡോറുകൾ ഇന്ത്യ പണിയുന്നിടത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ ചൈനയ്ക്ക് കിട്ടിയ വലിയൊരു തിരിച്ചടിയാണ് ഇന്ത്യയുടെ ഈ കോറിഡോർ, ഈ ചെന്നൈ വ്ളാഡിവാസ്റ്റോക്ക് കോറിഡോർ എന്ന് പറയുന്നത്. പോരാത്തതിന് ഇന്ത്യ അതുവഴി കപ്പലുകൾ കൊണ്ടുപോകുമ്പോൾ ഈ സ്കാൽബറോ ഷോൾ എന്ന് പറയുന്ന ഈ ദ്വീപിനെ കൂടെ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ എന്ന് ചൈനയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഭയമുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് ഇന്ത്യയുടെ കപ്പൽ എത്തിയപ്പോൾ തന്നെ ചൈന വലിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചത്. എന്നാൽ ചൈനയ്ക്ക് എതിർപ്പ് പ്രകടിപ്പിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഇന്ത്യയുടെ കപ്പൽ അവിടെ നിന്ന് സുരക്ഷിതമായി ഇപ്പോൾ തിരിച്ച് ഇന്ത്യയിൽ എത്തി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ചൈന എതിർപ്പ് പ്രകടിപ്പിച്ച് മുഖാമുഖം വന്നതേ ഉള്ളൂ. എന്നാൽ ചൈന അറ്റാക്ക് ചെയ്യാനൊന്നും ഇന്ത്യയെ തയ്യാറായിട്ടില്ല. അതിനുള്ള ധൈര്യം ചൈനയ്ക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചൈന അറ്റാക്ക് ചെയ്യാൻ തയ്യാറാകാത്തത് എന്നാണ് പല നയതന്ത്ര വിദഗ്ധരും പറയുന്നത്. അങ്ങനെ ദക്ഷിണ ചൈന കടലിൽ ഇന്ത്യയുടെ ആധിപത്യം, അതായത് ഇന്ത്യക്കും ഒരു അപ്പർ ഹാൻഡ് അവിടെ ഉണ്ട് എന്ന് കാണിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിന്റെ ആദ്യത്തെ പടി അവിടെ വിജയിച്ചു എന്നാണ് പല രാഷ്ട്രീയ നയതന്ത്ര വിദഗ്ധരും പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.